ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വൈകിട്ടത്തുള്ള ഒരു കാട്ടായങ്ങളാണ്. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരും. ഇപ്പോൾ അവൾക്ക് വാഷ്റൂമിൽ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇക്കോ പോയിട്ട് വാ. അല്ല അമ്മ, ഈ പാൻറ് എനിക്ക് ഊരാൻ പറ്റുന്നില്ല, അമ്മ ഊരിത്തായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊരി കൊടുക്കുന്ന ഒരു കാട്ടായങ്ങൾ കാണാം. സത്യം പറഞ്ഞാൽ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ഊരാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സോ അവളുടെ പാൻറ്റൊക്കെ ഊരി കൊടുത്തപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അമ്മ ഇത് ഞാൻ ഇനി ഇങ്ങനെ ഇടും. ഞാൻ പറഞ്ഞു, ഇനി ഇടണ്ട, ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുളിക്കാൻ പോവുക, അപ്പോൾ പിന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്, ഇന്ന് ഞാൻ എൻ്റെ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ് അങ്ങ് കുറേ നാൾക്ക് ശേഷം ഒന്ന് റേസർ ഉപയോഗിച്ചിട്ട്, ഞാനൊരു മിഷ്യൻ കാണിച്ചിട്ടില്ലേ, അതായത് ഒരു സംഭവം അത് വെച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഒരു റേസർ വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു അലർജി പോലെ. അപ്പോൾ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ചോപ്പ് തടുപ്പുണ്ട്. ഇപ്പുറത്ത് നോക്കണ്ട, എനിക്ക് പീരീഡ്സ് ടൈം ആയപ്പോൾ ഞാൻ പിടിച്ച് അതും ഒരു കുരു പോലെ വന്നപ്പോൾ ഞാൻ പിടിച്ചൊരു ഞെക്കി അപ്പോൾ അത് പൊട്ടിപ്പോയി. അതായിരുന്നു ഉണ്ടായത്. പിന്നെ ഞാൻ ഈ കാണുന്നൊരു പാക്കാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അടിപൊളി പാക്കാണ്. W2 എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി ഒരു പാക്കാണ്. ഞാനിപ്പോൾ കൊളാബ് കിട്ടുന്ന സംഭവങ്ങളായാലും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ റിസൾട്ട് പറയുന്നുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കൊളാബ് കിട്ടിയതാണ്. പോരാത്തതിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇത് ഒരു എൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കുറച്ച് കഴിയുമ്പോൾ താനെ ഇത് സ്കിന്നിലേക്ക് അബ്സോർവ് ആയി പൊക്കോളും. ഒരു നല്ല പാക്ക് അത്. സോ നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് ഒരുപാട് പൈസ കൊടുക്കണേക്കാളും നല്ലത് സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ അവർ ചെയ്യണേൽ എക്സ്ട്രാസ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഈ സ്ക്രബ് ചെയ്യാന്നുള്ളൊരു പരിപാടി. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ സ്ക്രബ് മാത്രം ചെയ്തിട്ട് പറയാം എനിക്ക് പാക്ക് ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പൈസ കുറവാണ്. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഒരു ക്ലീനപ്പ് ചെയ്തോ, എന്നാലും കുഴപ്പമില്ല. ഫേഷ്യൽ ചെയ്ത് ഒരുപാട് പൈസ കളയുന്നതിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. കാരണം കംഫർട്ടബിൾ എന്നല്ല, നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ചെയ്യാനെല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഓരോ മാസം ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇത്രയും പൈസയൊന്നുമില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ എന്തെങ്കിലും ആ പൈസയ്ക്ക് ഒരു പാക്ക് മേടിച്ച് വെച്ചാൽ നമുക്ക് ഇഷ്ടാനുസരണം നമുക്കിടാം. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ടാൻ അടിച്ചെന്ന് തോന്നുകയാണെങ്കിൽ ഈ സംഭവം ഇടാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരാണെങ്കിൽ ഈ സംഭവം ഇടാം. അടിപൊളിയാണ്. ഇനി എൻ്റെ കയ്യിൽ വേറെ പ്രൊഡക്റ്റ് ഉണ്ട്, അതും അടിപൊളിയാണ്. എന്നോട് ചോദിക്കുന്നു, ഗീവ് അവേ എന്ന് കൊടുക്കും ചേച്ചി, അല്ലെങ്കിൽ എന്നാണ് ചേച്ചി പറയാ ഗീവ് അവേയുടെ വിന്നറെ തിരഞ്ഞെടുക്കാറായോ എന്ന്. സോ ഞാൻ വിചാരിക്കുന്നു അടുത്ത ദിവസം ഒരു ലൈവ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് തന്നെ നമുക്ക് ഗീവ് അവേയുടെ വിന്നറെ തിരഞ്ഞെടുക്കാം. ഈ കരച്ചിൽ ആരും മൈൻഡ് ചെയ്യണ്ട. ഇതിന്റെ ഭാഗമാണ്. അവളുടെ അച്ഛൻ അപ്പുറത്തെ റൂമിൽ പോയി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് വാശി പിടിക്കുന്നത്. എന്നാൽ കണ്ണീരും കാര്യങ്ങളൊന്നുമില്ല. ഇനി എനിക്ക് ഈ തുണികളൊക്കെ മടക്കി വയ്ക്കാനുള്ളത്. ഇതാണ് മെയിനായിട്ട് വൈകിട്ടത്ത്. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം, ഗീവ് അവേ നമുക്ക് എന്തായാലും ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് ഞാൻ ടൈം തരാം. ദെൻ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം ആരാളെന്നുള്ളത്. സോ അത്യാവശ്യം ആൾക്കാരെനിക്ക് വന്നിട്ടുണ്ട് കമൻസിൽ. ദെൻ എൻ്റെ ഫേസ് കണ്ട നല്ല ബ്രൈറ്റൺ ആയിട്ടുണ്ട്, നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ആ കുത്തി പൊട്ടിച്ച സംഭവം ഭയങ്കര വീർത്തിട്ടിരിക്കുന്നത്.